ഞാനിപ്പോൾ നിൽക്കുന്നത് ലയോ 14 മാർപ്പാപ്പ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധ അഗസ്റ്റിന്റെ നാമധേയത്തിലുള്ള ബസിലിക്കയിലാണ്. ഈ സ്ഥലത്ത് 2013 ലയോ 14 മാർപ്പാപ്പ അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷന്റെ പ്രയർ ജനറൽ എന്ന നിലയ്ക്ക് ഇവിടെ വന്ന് ഇവിടെ അവരുടെ സമൂഹത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ബസിലിക്കയുടെ റെസ്റ്റോറേഷന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്ലാക്ക് ഈ ബസിലിക്കയുടെ അകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും വിശുദ്ധ ബലി അർപ്പിച്ച് ലയോ 14 മാർപ്പാപ്പ ഇവിടെ പ്രാർത്ഥിച്ചത് വിശ്വാസികളെ സംബന്ധിച്ച് വലിയൊരു അനുഭവമായിരുന്നു. ഈ അൾജീരിയയുടെ മണ്ണ് വിശ്വാസത്തിന്റെ ക്രൈസ്തവകതയുടെ വേര് പാകിയ ഒരു മണ്ണ് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ നാട്ടിൽ നിന്നും 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി 2-ാം നൂറ്റാണ്ടോടുകൂടി ഇവിടെ വിശ്വാസം ആഴപ്പെട്ട വിശ്വാസം വേരോടിയ ഒരു മണ്ണാണ് അൾജീരിയയുടെ മണ്ണ്, നോർത്ത് ആഫ്രിക്കയുടെ മണ്ണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ സ്ഥലത്ത് നിന്ന് അനേകം വിശുദ്ധരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. പ്രഥമവും പ്രധാനവുമായി പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ അഗസ്റ്റിനോസ് പുണ്യവാളനാണ്. അതോടൊപ്പം തന്നെ അഗസ്റ്റിനോസ് പുണ്യവാളന്റെ അമ്മ വിശുദ്ധ മോണിക്ക പുണ്യവതി ഈ നാട്ടിൽ നിന്നും ജനിച്ച് വളർന്ന ഒരു വിശുദ്ധയാണ്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ അഗസ്തീനോസിന്റെ അമ്മ വിശുദ്ധ മോണിക്ക പുണ്യവതി തന്റെ കണ്ണീര് നിറഞ്ഞ പ്രാർത്ഥനയിലൂടെ മാനസാന്തരപ്പെടുത്തിയത് അഗസ്റ്റിനെ മാത്രമല്ല, വിജാതീയനായ അദ്ദേഹത്തിന്റെ മോണിക്ക പുണ്യവതിയുടെ ഭർത്താവായ പട്രീഷ്യസിനെ കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ അൾജീരിയയുടെ മണ്ണിൽ ധാരാളം വിശുദ്ധർ വളർന്നു വന്നതായി നമുക്ക് കാണാം. ഇതിൽ പ്രഥമവും പ്രധാനമായി അഗസ്റ്റിനെയും മോണിക്കയെയും പുണ്യവതിയെയും കൂടാതെ ഉള്ളത് വിശുദ്ധ ക്രിസ്പീന, അതോടൊപ്പം തന്നെ വളരെ പ്രസിദ്ധമായ ചാൾസ് ഡി ഫുക്കോ, ഒപ്പം മാക്സിമിലിയൻ ഓഫ് തേബേഴ്സ്, അതുപോലെ തന്നെ മർച്ചാന എന്നീ വിശുദ്ധർ ഈ അൾജീരിയയുടെ മണ്ണിൽ നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ തിരുസഭയ്ക്ക് അഭിമാനിക്കാവുന്ന മണ്ണാണ് അൾജീരിയയുടെ മണ്ണ്. കാരണം ഇവിടെ നിന്ന് ആദ്യ നൂറ്റാണ്ടുകളിൽ അനേകം മാർപ്പാപ്പമാർ തന്നെ സഭയിൽ ഉദയം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട പേരെന്ന് പറയുന്നത് വിക്ടർ 1-ാമൻ മാർപ്പാപ്പയാണ്. അതോടൊപ്പം തന്നെ 2-ാമത്തെ മാർപ്പാപ്പയാണ് മിൽതേദിയസ്, 3-ാമത്തെ മാർപ്പാപ്പയാണ് ജലാസിയസ്. ഈ 3 മാർപ്പാപ്പമാരും ലിബിയ, ടുണീഷ്യ, അൾജീരിയ എന്നീ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നവരും സഭയെ ആദ്യകാലങ്ങളിൽ ശക്തരായി നയിച്ചവരുമായിരുന്നു. ഏതായിരുന്നാലും ഈ സഭയുടെ മണ്ണിൽ നിന്നും ഈ സ്ഥലത്തിൽ നിന്നും അനേകം മാർപ്പാപ്പമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്ത് ആദ്യമായി സന്ദർശനം നടത്തുന്ന മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പയാണ്. സമാധാനത്തിന്റെ സന്ദേശവുമായി ലയോ 14 മാർപ്പാപ്പ ഇവിടെ വന്ന് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അദ്ദേഹം അർപ്പിച്ച ബലിയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ഫ്രഞ്ച് ഭാഷയിലുള്ള ബലിയർപ്പണമായിരുന്നു നടന്നിരുന്നത്. അതിൽ അറബി, ഫ്രഞ്ച്, ആഫ്രിക്കൻ എന്നീ ഭാഷകളിലുള്ള പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ആദിമ ക്രൈസ്തവ സമൂഹം ഒരു മനസ്സോടുകൂടി ആരാധന അർപ്പിക്കുകയും ജീവിക്കുകയും ചെയ്തു എന്നുള്ള അപ്പസ്തോല പ്രവർത്തനത്തിലെ 4-ാം അധ്യായത്തിലെ തിരുവചന ഭാഗങ്ങളാണ് ആദ്യമേ തന്നെ അവർ എടുത്ത് ബലിയിൽ വായിച്ചത്. സുവിശേഷമാകട്ടെ തിരഞ്ഞെടുത്തത് നിക്കോദെമസിനോട് ഈശോ പറയുന്ന രംഗമാണ്, നീ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കാതെ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന ഭാഗമാണ്. ഏതായിരുന്നാലും ഇവിടുത്തെ അൾജീരിയയിലെ കർദിനാളിനോടൊപ്പം ടുണീഷ്യയിലെ കർദിനാളും മൊറോക്കോയിലെ കർദിനാളും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ബിഷപ്പ് മിഖേൽ, അതോടൊപ്പം തന്നെ ബിഷപ്പ് ഡിയാഗോ, മറ്റ് എക്സലൻസികളോട് കൂടെ ചേർന്ന് വത്തിക്കാൻ്റെ പ്രൊമിനൻ്റ് മെമ്പേഴ്സിനോടും ചേർന്ന് ഇന്ന് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഈ എൻ്റെ പുറകിൽ കാണുന്ന അഗസ്റ്റിൻ്റെ നാമധേയത്തിലുള്ള ഈ ബസിലിക്കയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് വിശ്വാസികളായിരുന്നു. ഏതായിരുന്നാലും മാർപ്പാപ്പയുടെ ബലിയർപ്പണമായിരുന്നുകൊണ്ട് ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു ഒത്തിരി പേർക്ക് പങ്കെടുക്കുവാൻ വേണ്ടി. ഏതായിരുന്നാലും ഇവിടെയുള്ള വൈദികരും അതോടൊപ്പം തന്നെ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പൂർ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി സിസ്റ്റേഴ്സും അൽമായരും മറ്റ് മതത്തിൽപ്പെട്ട വ്യക്തികളുമൊക്കെ ഈ ബലിയിൽ പങ്കെടുത്ത് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ്, വലിയൊരു ആഹ്ലാദത്തോടു കൂടിയാണ് മടങ്ങിപ്പോയിരിക്കുന്നത്. ഏതായിരുന്നാലും ലയോ 14 മാർപ്പാപ്പ നോർത്ത് അമേരിക്ക തൻ്റെ മിഷണറി അപ്പസ്തോലിക പര്യടനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും ആദ്യത്തെ നോർത്ത് ആഫ്രിക്കൻ മിഷണറി പര്യടനം തൻ്റെ സ്പിരിച്വൽ പിതാവായ അഗസ്റ്റിൻ്റെ നാട്ടിൽ തന്നെ നടത്തുകയും ചെയ്തു എന്നുള്ളത്
ലയോ 14 മാർപ്പാപ്പയുടെ അഗസ്റ്റിനോസ് പുണ്യവാനുടെ സ്നേഹം മാത്രമല്ല, നോർത്ത് ആഫ്രിക്കൻ മിഷനോടുള്ള സ്നേഹം കൂടിയാണ് പ്രകടമാക്കുക. ഇന്ന് ഇവിടെ വന്ന് ലയോ 14 മാർപ്പാപ്പ ബലിയർപ്പിക്കുകയും ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പൂർ എന്ന് പറഞ്ഞ സിസ്റ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ സൗഹൃദം പങ്കിടുകയും അവിടെയുള്ള പാവങ്ങളെ സന്ദർശിച്ച് സന്ദേശങ്ങൾ നൽകുകയും അവരെ ആശീർവദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണത്തിനായി അദ്ദേഹം സമയം ചെലവഴിച്ചത് തൻ്റെ തന്നെ അഗസ്റ്റീനിയൻ സമൂഹത്തിലായിരുന്നു. പ്രഭാതത്തിൽ അഗസ്റ്റിൻ താമസിച്ചിരുന്ന 35 വർഷക്കാലം ബിഷപ്പായി ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്ത് സമാധാനത്തിൻ്റെ പ്രതീകമായ ഒലിവ് മരം ഒരു പ്രതീകാത്മകമായി നടുകയും ചെയ്തിരുന്നു. ഈ ദിവസം അനുഗ്രഹപ്രദമായ ഒരു മിഷണറി പര്യടനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം, വിശ്വസിക്കാം. കാരണം മഴയുടെ കെടുതികൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ വലിയ ക്ഷമയോടുകൂടി എല്ലാവരും മാർപ്പാപ്പ വന്ന സ്ഥലങ്ങളിലുള്ള ശുശ്രൂഷകളിൽ തിരുക്കർമ്മങ്ങളിലൊക്കെ സന്തോഷത്തോടെ പങ്കെടുക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ ലയോ 14 മാർപ്പാപ്പയുടെ തുടർന്നുള്ള കാമറൂണിലെയും എക്കറ്റോറിയാലെ ഗ്വിനിയ, അതോടൊപ്പം തന്നെ അങ്കോള എന്നീ രാജ്യങ്ങളിലെ തുടർന്നുള്ള അപ്പസ്തോലിക മിഷണറി പര്യടനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തി തിരുസഭയെ നമുക്ക് ശക്തിപ്പെടുത്താം. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി അൾജീരിയയിലെ അന്നബായിൽ നിന്നും യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.